ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. മൈക്കിൾ ജാക്സന്റെ ബയോഗ്രഫി ഫിലിം ആയിട്ടുള്ള മൈക്കിൾ മൂവി അങ്ങനെ നമ്മൾ ഇന്ന് കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ എൻ്റെ മോനെയുടെ എന്തു പടമാടേത്, സീരിയസ്ലി എന്തു പടം. അതായത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഐ എം വെരി മച്ച് ഹാപ്പി ആൻഡ് വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി. സീരിയസ്ലി, ഇഫ് നിങ്ങളൊരു എം ജെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു മൈക്കിൾ ജാക്സന്റെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ, എ ട്രൂ ഫാൻ ആണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻ്റണി ഫക്വ എന്ന് പറയുന്ന ഒരാളാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. റൈറ്റ് ചെയ്തേക്കുന്നത് ജോൺ ലോഗൻ എന്ന് പറയുന്ന ആളാണ്. കാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ കാസ്റ്റ് മാത്രം നമുക്ക് വായിച്ചാൽ മതി. ജാഫർ ജാക്സൺ മൈക്കിൾ ജാക്സന്റെ നെഫ്യൂ ആണ്. അതായത് മൈക്കിൾ ജാക്സന്റെ ബ്രദറിൽ ഒരാളുടെ മകനാണ് ജാഫർ ജാക്സൺ. പുള്ളിയാണ് മൈക്കിൾ ജാക്സന്റെ റോള് പ്ലേ ചെയ്തേക്കുന്നത്. എക്സാക്ട് മൈക്കിൾ ജാക്സന്റെ ഡിറ്റോ കോപ്പിയുടെ. സീരിയസ്ലി ഞാൻ ചില ഷോട്ടിൽ, ചിലതെന്നല്ല ഫുൾ ഫിലിം, ഐ മീൻ ജാഫർ ജാക്സന്റെ ഫേസ് കാണിക്കാൻ തുടങ്ങി ലാസ്റ്റ് വരെ ആണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചത് ശരിക്കും മൈക്കിൾ ജാക്സൺ ആണ്. അതും പ്രത്യേകിച്ച് ഇതിൻ്റെ ലാസ്റ്റ് ഒരു പെർഫോമൻസ് ഉണ്ട്, ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുന്നുണ്ടോ മോനെ, ഡിറ്റോ മൈക്കിൾ ജാക്സൺ. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ആക്ച്വലി എന്താ പറയുക, മൈക്കിൾ ജാക്സന്റെ കോൺട്രവേഴ്സി ഇഷ്യൂസിനെ പറ്റിയോ, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ഡൗൺഫോൾസിനെ പറ്റിയോ, അല്ലെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ഡെത്തിനെ പറ്റിയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും അല്ല ഇപ്പോഴത്തെ കാണിക്കുന്നത്. ഹൗ ഹീ ബിക്കെയിം എം ജെ എന്നുള്ള ഒരു സാധനമാണ് കാണിക്കുന്നത്. അതായത് ജാക്സൺ ഫാമിലിയിൽ ജാക്സൺ 5 എന്നുള്ള ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവർ ബ്രദേഴ്സൊക്കെ ചേർന്ന് ഇവരുടെ അച്ഛൻ കൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ നിന്ന് പുള്ളി എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയി, അല്ലെങ്കിൽ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആകുന്നു, ദെൻ ഹൗ ഹീ ബിക്കെയിം എം ജെ എന്നുള്ള ആ ഒരു സാധനമാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ചെറുപ്പകാലം, പുള്ളിക്കാരൻ്റെ ഒരുപാട് ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരനെ മാറ്റി വെച്ചിട്ട് പുള്ളിക്കാരൻ ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ ഫെയിമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പുള്ളി സാധിക്കുന്നതും അങ്ങനെ ലോട്ട്സ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഈ ത്രില്ലർ എന്ന് പറയുന്ന ആ ഒരു സോങ് പുള്ളി എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ അറിയാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമ്മളിപ്പോൾ കാണുന്ന ക്ലൈമാക്സ് ആയിരുന്നില്ല മൂവിക്ക് ഉണ്ടായിരുന്നത്. അത് ഷൂട്ട് ചെയ്ത് ഫാമിലിയെ കാണിച്ചപ്പോൾ ഫാമിലിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് വർക്കായിട്ടില്ലായിരുന്നു. ഐ മീൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവരത് ക്ലൈമാക്സ് ഇത്ര ബില്യൺ സംതിങ് എന്തോ കൊടുത്ത് അവർ റീഷൂട്ട് ചെയ്യിച്ച ഫുട്ടേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, ഇത് മൈക്കിൾ ജാക്സന്റെ ഡൗൺഫാൾസോ അല്ലെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ഭയങ്കര ഡെപ്തിലുള്ള ലൈഫ് സ്റ്റോറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. എം ജെ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡായിട്ടുള്ള മൈക്കിൾ ജാക്സൺ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെയാണ് പുള്ളി എം ജെ ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പുള്ളി മൈക്കിൾ ജാക്സൺ എന്നുള്ള ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് ഉണ്ടായത്, അതാണ് കാണിച്ചു തരുന്ന പടം. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഭയങ്കര രസമാണ് പടം. ഭയങ്കര 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 ഇഷ്ടപ്പെട്ടു പടം. അതാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക് ക്രിയേഷനും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ബീറ്റ് ബോക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ, മൈക്കിൾ ജാക്സൺ ആക്ച്വലി അത് നൈസായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ളതും പുള്ളിയുടെ ഈ മ്യൂസിക് ക്രിയേഷനും പുള്ളി എങ്ങനെ കുറച്ചുകൂടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ ഇത് കാണിച്ചിട്ടില്ല. എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഒരു കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച സാധനം. ചെറിയൊരു തോതിലൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളി. ഐ മീൻ ഒരു പാട്ട് ഉണ്ടാക്കുന്നതും പുള്ളി അതിൻ്റെ വരികൾ ആലോചിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് അത് കുറച്ചും കൂടെ പുള്ളിയുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഹാപ്പി ആയേനെ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ലാസ്റ്റ് ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സ്റ്റേജ് പെർഫോമൻസിനകത്ത് ഇവരെടുത്തേക്കുന്ന ഒരു പാട്ട്, അതിനകത്ത് പെർഫോമൻസ് ഒരു രക്ഷയില്ല. ജാഫർ ജാക്സൺ പൊളിച്ചടിക്കുന്നത് വേണം പറയാൻ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് എം ജെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത്രത്തോളം ഭയങ്കരമായിട്ട് നിന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായി. അതായത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, പുള്ളിക്ക് വേറെ രീതിയിലുള്ള PR വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ആകെപ്പാടെ ചെയ്യുന്ന PR വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ മീൻ വീഡിയോ ചെയ്യത്തില്ലേ നമ്മൾ പാട്ട് വെച്ചോണ്ട്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുമെങ്കിൽ ത്രില്ലർ എന്ന് പറഞ്ഞ സോങ്, അത് ആക്ച്വലി ഒരു വീഡിയോ കാസറ്റ് ഉണ്ടല്ലോ. അപ്പം അതുപോലത്തെ ചില ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് പോലുള്ള സാധനങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. അതാണ് പുള്ളിയുടെ ഒരു പേഴ്സണൽ PR വർക്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് പുള്ളി
ഈ ഇപ്പോഴത്തെ കൂട്ട് മറ്റേ ഹാഷ്ടാഗ് സംഭവങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇട്ട് വെറുപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ജെന്യുവിനായിട്ടുള്ള ട്രൂ ഫാൻസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് മൈക്കിൾ ജാക്സന്. ഇത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഫിലിം ആണോയെന്ന് ചോദിച്ചാൽ അല്ല. ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ മേ ബി ചാൻസ് ഉണ്ട്, ബട്ട് എന്നാലും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവും എന്നുള്ളത് കാര്യങ്ങൾ. എനിവേ, ഇഫ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു ട്രൂ മൈക്കിൾ ജാക്സൺ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിലെ ഒരു MJ ഫാൻ ആയിട്ടുള്ള ഒരു പേഴ്സണ് 100% സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഈ മൂവി. കാരണം രസമാണ്, കണ്ടിരിക്കാം. പുള്ളിയുടെ ചെറുപ്പകാലങ്ങളും പുള്ളി എങ്ങനെയാണ് ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയതും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാത്ത കുറച്ച് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ചേർത്ത് നൈസായിട്ട് എടുത്തേക്കുന്ന ഒരു കുഞ്ഞു വലിയ പടം എന്ന് വേണം പറയാൻ മൈക്കിൾ എന്നുള്ള ഈ പടം. സോ യാ ഗൈസ്, അപ്പോൾ അതാണ് മൈക്കിൾ എന്നുള്ള പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ജാഫർ ജാക്സൺ പെർഫോമൻസ് ഒരു രക്ഷയിലൂടെയൊക്കെ സത്യം. മിക്ക ഫ്രെയിമുകളിലും അത് മൈക്കിൾ ജാക്സൺ ആണ് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. സോ യെസ് കേസ്, അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക മൈക്കിൾ എന്നുള്ള ഈ ഒരു മൂവി. സോ യെസ് കേസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.